ദൈവത്തെ അറിയുവാൻ ഒരു മതത്തിലും നാം വിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനു കാരണം എന്തെന്നാൽ സൃഷ്ടാവായ ദൈവം യാതൊരു മതവും സൃഷ്ടിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇനി സന്തോഷ് എന്നൊരു വ്യക്തിയുടെ പ്രശസ്തമായ ചില പ്രസ്താവനകൾക്ക് ഉള്ള മറുപടി ചുവടെ ചേർക്കുന്നു. ഈ AI മനുഷ്യന്റെ ഒപ്പോ അതിനപ്പുറമോ വളരുന്ന ഒരു സംഭവമായിട്ട് മാറും എന്നല്ലേ ശാസ്ത്രലോകം പലരും ഭയപ്പെടുന്നത്. ഫിക്ഷനല്ല, അത് സംഭവിച്ചൂടെ? പല കാര്യങ്ങളിലും നമ്മളുടെ കഴിവ്, മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറം ഇത് വളർന്നു കൂടായില്ലല്ലോ. നാളെ അങ്ങനെ വളർന്നാൽ നമ്മുടെ മതവിശ്വാസമൊക്കെ അവിടെ പോയിരിക്കും. ഇല്ലായ്മയിൽ നിന്നും എല്ലാം തനിയെ ഉണ്ടായി എന്ന് പഠിപ്പിക്കുന്ന സയന്റിസത്തിന് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയെടുക്കുവാൻ വർഷങ്ങളുടെ അധ്വാനം ആവശ്യമായി വരുന്നു. എന്തുകൊണ്ട് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ തന്നെ സ്വയം പരിണമിച്ച് കൂടുതൽ കഴിവുകളുള്ള മറ്റൊരു ജീവിയായി മാറുന്നില്ല? ഒരു മൊട്ടുസൂചി പോലും മനുഷ്യന്റെ ചിന്തയുടെയും അധ്വാനത്തിന്റെയും ഫലത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ മൊട്ടുസൂചി 10 കൊല്ലം വെറുതെ ഇരുന്നാൽ തുരുമ്പിച്ചു നശിച്ചു പോകുന്നതല്ലാതെ മറ്റെന്തെങ്കിലുമായി പരിണമിക്കുന്നില്ല. ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല, യാതൊന്നും പരിണമിക്കുന്നുമില്ല. ഇനി ജീവനുള്ളവ മാത്രമേ പരിണമിക്കുന്നുള്ളൂവെങ്കിൽ ജീവൻ എവിടെ നിന്ന് വന്നു? വാതകങ്ങളും കല്ലും മണ്ണുമൊക്കെ ജീവനുള്ളതായി ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മനുഷ്യനാണ് ഈ ഭൂമിയിലെ ബുദ്ധിയുള്ള സാധനമെന്നും മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്നും മനുഷ്യന്റെ രൂപമാണല്ലോ ദൈവങ്ങൾക്ക് പോലും. മനസ്സിലായില്ലേ? അതിനേക്കാൾ മികച്ചൊരു സാധനം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ സൃഷ്ടിച്ചത് മനുഷ്യനും. മനുഷ്യന്റെ രൂപമല്ല ദൈവത്തിന്, മറിച്ച് ദൈവത്തിന്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടി ഒരിക്കലും സൃഷ്ടാവിനേക്കാൾ വലിയവനാവില്ല എന്ന ചെറിയൊരു കാര്യം പോലും മനസ്സിലാക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒന്നാണ്. മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം നൽകിയ കഴിവുകൾ കൊണ്ട് അവന്റെ ജീവിതം ആയാസരഹിതമാക്കുവാൻ പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു കാറിന് മനുഷ്യനേക്കാൾ വേഗതയുണ്ടെന്ന് കരുതി അത് ഒരിക്കലും മനുഷ്യന് പകരമാവുന്നില്ല. അതുപോലെ തന്നെയാണ് റോബോട്ടിന്റെ കാര്യത്തിലും. ഇവയെല്ലാം യന്ത്രങ്ങൾ തന്നെയാണ്. ഒരു യന്ത്രത്തിനും ജീവൻ നൽകാൻ മനുഷ്യന് സാധിക്കുകയില്ല. റോബോട്ടുകൾ തനിയെ ഉണ്ടാവുന്നില്ല, എങ്കിലും അവനെ നിർമ്മിച്ച മനുഷ്യൻ തനിയെ ഉണ്ടായി എന്നു ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. ശാസ്ത്രജ്ഞർ ഓരോ ദിവസവും ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ശാസ്ത്രം വളർന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ പറയുമ്പോൾ ശാസ്ത്രം വളർന്നതുകൊണ്ട് എന്ന് വാദിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അന്ധവിശ്വാസത്തിന്റെ കിണറ്റിൽ ഇപ്പോഴും കിടക്കുന്നത്. ശാസ്ത്രം ഇത്രയും വളർന്നു പറഞ്ഞാലും പകുതിയിലധികം പേർക്കും ബോധം ഉദിച്ചിട്ടില്ല, നേരം വെളുത്തിട്ടില്ല. ഇപ്പോൾ ലോകത്തുള്ള കൂടുതൽ ജനങ്ങളും കിടക്കുന്നതു സയന്റിസം എന്ന പൊട്ടക്കിണറ്റിലാണ്. അതിൽ കിടക്കുന്ന തവളകൾ ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റാത്ത ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ശാസ്ത്രമെന്നതല്ല ഒരുവന്റെ ബോധം അളക്കുന്നതിനുള്ള ഉപാധി. സയന്റിസം എന്നത് ഇവർ ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ തന്നെ കുത്തിനിറച്ച വിശ്വാസങ്ങൾ മാത്രമാണ്. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്ന് ചോദിക്കാം ഇല്ലേ? യുക്തിബോധം എത്ര ഉണ്ടായിരുന്നു? അവർ അന്ധവിശ്വാസങ്ങൾ, അവർ ചിന്തിച്ചിരുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ചോദിക്കാം. 75 കൊല്ലം മുന്നേ ആരും തന്നെ സയന്റിസത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് നമുക്ക് പറയാം. കാരണം അന്നൊന്നും ആരും സ്കൂളുകളിൽ ഈ മതവിശ്വാസം പഠിക്കുവാനായി പോയിരുന്നില്ല. ഈ മതവിശ്വാസം പഠിച്ചതിനു ശേഷം പലരും ഇതിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു. ലോകം മുഴുവൻ ഇവരുടെ വിശ്വാസം നിറക്കുവാൻ ഇക്കൂട്ടർ കിണഞ്ഞു പരിശ്രമിക്കുന്നു. നിരീശ്വര വിശ്വാസത്തെ യുക്തിബോധമായി ഇവർ അവതരിപ്പിക്കുന്നു. യാതൊരു യുക്തിയും ഉപയോഗിക്കാതെ സയന്റിസം പഠിപ്പിക്കുന്നത് കാണാതെ പഠിച്ച് ഒരിക്കൽ പോലും ഇതിനെ ചോദ്യം ചെയ്യാതെ മറ്റുള്ളവരുടെ മുൻപിൽ ഈ വിശ്വാസം വിളംബരം ചെയ്തുകൊണ്ട് യുക്തിവാദി ചമയുവാൻ നിരീശ്വര വിശ്വാസികൾക്ക് യാതൊരു മടിയുമില്ല. സയന്റിസം ഉൾപ്പെടെയുള്ള എല്ലാ മതവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളാണ്. അത് ആരിലും കുത്തിനിറക്കേണ്ട ഒന്നല്ല. അവനവനു ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. നിങ്ങളുടെ ശാസ്ത്രബോധം ലോകം മുഴുവനും നിറയണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. അതുപോലെ തന്നെ സയന്റിസത്തിൽ വിശ്വസിക്കാത്തവർ എല്ലാം വിഡ്ഢികളാണെന്നും ശാസ്ത്രം മാത്രമാണ് ശരിയെന്നും പറയാതിരുന്നാൽ മതി. അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതിനു കൂട്ടുനിൽക്കുന്നതും ശരിയല്ല. നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേര് അടിച്ചേൽപ്പിക്കരുത്. ആ മണ്ടത്തരമാണ് ലോകം മുഴുവൻ വിശ്വസിക്കേണ്ടതെന്ന് പറയാതിരുന്നാൽ മാത്രം മതി. അത് ചിന്തിക്കാത്തവരും അത് വിശ്വസിക്കാത്തവരെല്ലാം വിഡ്ഢികളാണെന്നും പൊട്ടന്മാരാണെന്നും അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്നും ചിന്തിക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ മുഴുവൻ കൺവേർട്ട് ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ മതി. നമ്മളത് മാത്രമാണ് ശരി പറയാതിരുന്നാൽ മതി. മണ്ടത്തരം എല്ലാവരുടെയും ഈക്വലി മണ്ടത്തരം തന്നെയാണ്. എൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട മണ്ടത്തരമാണോ എന്നുള്ളത് മാത്രമുള്ള ചോദ്യം. മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് നോക്കണം. അത് നമ്മുടെ എത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യൻ. അന്നത്തെ സമൂഹത്തിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഇന്നത്തെ പോലെ എഴുതപ്പെട്ട ഭരണഘടനകളോ ജനാധിപത്യ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ആരാണ് സമൂഹത്തിൽ ഈ പറഞ്ഞ ഒരു നിയമം കൊണ്ടിരുന്നത്? ഇത്തരത്തിലുള്ള ഈ ആചാര്യന്മാരാണ്. അവരാണ് പിന്നെ മതപ്രവാചകന്മാരായിട്ട് മാറുന്നത്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.